ഇന്ന് നമുക്ക് ലഞ്ചിന് ഹെൽത്തി ആയിട്ടുള്ളൊരു വെജ് സാലഡാണ്. കാരണം ഇവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലൊരു വെജ് സാലഡ് ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാ നേരവും നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോസിബിൾ അല്ല. ആണെങ്കിൽ തന്നെ നമുക്ക് കുറേ ടൈം അതിന് പോകില്ലേ. ഇതാകുമ്പോൾ അരിഞ്ഞിട്ട് പച്ചക്കറി തിന്നാലും മതി. പിന്നെ അത് ഹെൽത്തിയും ആണല്ലോ. എന്നാലും നാട്ടിലെ ഫുഡിനോടുള്ള ക്രേവിങ് ഒരിക്കലും മാറില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം പണിയെടുക്കണേലും നല്ല ഇതല്ലേ, ആൻഡ് ഹെൽത്തി ഓൾസോ. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ളത് റാഡിഷ് ഉണ്ട്, പിന്നെ ബ്രോക്കലി ഉണ്ട്, അങ്ങനെ കുറച്ച് പച്ചക്കറികൾ. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കുമ്പം ഏതെങ്കിലും പച്ചക്കറികൾ മതി കേട്ടോ. ഇവിടെ കിട്ടണമെല്ലാം നാട്ടിൽ കിട്ടണമെന്നില്ല, പക്ഷേ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറിയും ഇവിടെയും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളടുത്തുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ എടുത്തിട്ടൊരു സെറ്റപ്പ് ആക്കുക. എന്നിട്ട് ഇനി ഡ്രസ്സിങ്ങിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഡ്രസ്സിങ്ങിനായിട്ട് ഞാൻ കുറച്ച് അവക്കാഡോ, ഗാർലിക് ആൻഡ് കുറച്ച് ഒലിവ് ഓയിലും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കി. എന്നിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് ഇതാണ് നമുക്ക് ഡ്രസ്സിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിടാം. നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി സെർവ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫ്രൂട്ട്സോ നട്ട്സോ അതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പോമഗ്രനേറ്റ് ബാക്കിയുള്ളതും പിന്നെ കുറച്ച് ബദാമും ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യുന്ന പോലെ ഇട്ട് കൊടുത്തു. അതും ഹെൽത്തി ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മിക്സഡ് വെജി സാലഡ് വിത്ത് അവക്കാഡോ ഡ്രസ്സിങ്. സോ നമുക്ക് കഴിച്ചു നോക്കാം. ഇറ്റ്സ് ടേസ്റ്റ്